ಪತ್ರೋಸ್ ಯಾರು ಮಗನೇ ನೀ ಬಿದ್ದೆ ಬಂದದ್ದು ನಮ್ದು ಜೀವನ ಹೆಚ್ಚ ಮಾಡಬೇಕು ഞങ്ങൾ കുറെ നേരം അവനെ നോക്കി പത്രോസേട്ടാ കാറ്റ് മഴ കൂടി കൊണ്ടാ തിരിച്ചു വന്നു പോകരുത് പത്രോസേട്ടാ എവിടെയാണോ പത്രോസ് അവിടെ ഉണ്ട് മുതലാളി പത്രോസേ എന്ത് പറ്റി മുതലാരെ എന്റെ മകൻ ആരോരുമില്ലാതെ നടുക്കടലിലൊറ്റയ്ക്ക് ആരും സഹായത്തിനില്ല കടലെ ശോഭിച്ചെടുക്ക ഞാൻ പോകും ഞാനാ പത്രോസ് അവനെല്ലാവരും ലഭിക്കത്തില്ല അവനെ കൊണ്ടുവരും ഇവിടെ വരാൻ പത്രോസേ ഞാനാ മുതലാരെ വിളിക്കുന്നത് പത്രോസേ ഇവിടെ വരാൻ പത്രോസേ എന്റെ ബ്ലാക്ക് അല്ല ബ്ലാക്ക് എവിടെ കർത്താവേ ജീവനുണ്ടല്ലോ ബ്ലാക്ക് ഇതാരാ എന്താ പത്രോസേ നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ബ്ലാക്ക് നിങ്ങളുടെ മകനാണോ? മകനാണാന്ന് ചോദിച്ചാ തക്കംപുറത്തിരിക്കുന്ന ജഡ്ജി സാറേ, മംഗലാപുരത്ത് വെച്ച് എന്റെ ഭാര്യ ആഗ്നേസ് പ്രസവിച്ച മകനാണിത്. ഇനിയും സംശയമാണ് എന്റെ ഭാര്യയോട് പോയി ചോദിക്കും. നിങ്ങളുടെ ഭാര്യ ഇപ്പൊ എവിടെ ഉണ്ട്? അവൾ ചത്തുമോളിൽ പോയി. അവിടെ പോയി ചോദിക്കാൻ പറ്റുകയല്ലോ. എന്റെ ഭാര്യ മരിച്ച കാര്യം കേട്ടപ്പോ നിങ്ങൾക്ക് ചിരിയാണല്ലേ? അവള് പോയതിനു ശേഷം എവരെ വളർത്താൻ ഞാൻ എന്തും മാത്രം കഷ്ടപ്പെട്ടത് നിങ്ങൾക്കറിയാമോ? ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ മകനെ എങ്ങാണ്ടൊന്നു വന്ന് കൊളാണ്ടർമാർ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോയാ വിട്ടുകൊടുക്കത്തില്ല കേട്ടാ. എന്നെ കൊന്നിട്ട് അവന്മാർ കൊണ്ടുപോട്ടെ. അറിയാൻ മുതലാളി, എവൻ പോയാ എനിക്ക് ആരുമില്ല കേട്ടാ. ഞാൻ കടലിൽ ചാടി ചത്ത് കളയും. അയ്യോ, അവന് വിഷമമുണ്ടടി. അപ്പോ ഇത് നിങ്ങളുടെ മകൻ തന്നെ അല്ലേ? നിങ്ങൾ സ്വന്തം അപ്പനും അല്ലേ? എന്റെ ഭാര്യ ചാരിത്രമുള്ളവളായിരുന്നേ. സൈലൻസ് യുവർ ഓണർ, ഇത് പച്ചക്കള്ളമാണ്. അത് തെളിയിക്കാൻ അത്യാവശ്യം വിസ്തരിക്കേണ്ടത് മംഗലാപുരത്തുകാരൻ ഒരു മുതലേറിയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അയാൾ കോടതിയിൽ ഹാജരായിട്ടില്ല. കൂർമ്മബുദ്ധിയുള്ള IPS ഓഫീസറായ ഈ പ്രതി അയാളെ മനഃപൂർവ്വം മാറ്റിയതായി ഞാൻ സംശയിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ, കൂർമ്മ ബുദ്ധിയുള്ള IPS ഓഫീസർ അല്ലത്, മന്ദബുദ്ധിയായ ബ്ലാക്ക് ആണ്. യെസ്, അടുത്ത വിറ്റ്നസിനെ വിളിക്കൂ. ആ പ്രതിക്കൂട്ടി നിൽക്കുന്ന ആളെ അറിയാമോ? അറിയാം. എങ്കിൽ പറ, ബ്ലാക്കോ രമേശ് ശർമ്മയോ? ആരാണ് ഇയാൾ? ഈ പറഞ്ഞാൽ ആരെങ്കിലും ഒരാളായിരിക്കും. സമ്മതിച്ചു. പക്ഷെ ആയുർവേദത്തിൽ ഇന്നുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ചികിത്സാ രീതിയിലൂടെ താങ്കൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന രമേശ് ശർമ്മ IPS അല്ലേ ആ പ്രതിക്കൂട്ടി നിൽക്കുന്നത്? വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. പഠിച്ച ഗ്രന്ഥങ്ങളെയും ഗുരുക്കന്മാരെയും സാക്ഷി നിർത്തി മാനുഷിക മൂല്യങ്ങൾ പരിഗണിച്ച് ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നയാൾ മഹാരാഷ്ട്ര പോലീസ് ആവശ്യപ്പെടുന്ന രമേശ് ശർമ്മയാണ്. എന്നെനിക്ക് പറയാനാവില്ല. ഇത് ബ്ലാക്കാണ്, ബുദ്ധിമാന്യമുള്ള ബ്ലാക്ക്. ഒബ്ജക്ഷൻ യുവർ ഓണർ, ബഹുമാനപ്പെട്ട മൂസത് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ആരുടെയോ ഭീഷണിക്ക് മുമ്പിൽ അദ്ദേഹം സത്യം മാറ്റി പറയുകയാണ്. അടുത്ത വിറ്റ്നസിനെ വിളിക്കൂ. ഇവാളെങ്ങാനും നുണ പറഞ്ഞാൽ കൊന്നു പറിച്ചുകരി പുറംകടലെറിയില്ല. അത് വേണ്ട കുമ്പാരി, അതെനിക്ക് വിട്ടായിരുന്നേ. സ്വന്തം വല്യച്ഛനെയും കുടുംബ സുഹൃത്തായ അഗർവാളിനെയും കൊന്നത്
ബ്ലാക്ക് എന്ന ഈ രമേശ് ശർമ്മയാണെന്ന് മുംബൈ പോലീസിന് മൊഴി കൊടുത്തത് നിങ്ങളല്ലേ? അതെ. അപ്പോൾ ഇത് രമേശ് ശർമ്മയാണ്. കമാൺ. ആ ടെൽ മീ. അല്ല. സൈലൻസ്. ശബ്ദം ഉണ്ടാക്കരുത്. നിങ്ങൾ കോടതി അവഹേളിക്കുകയാണ്. അല്ല സർ, എനിക്കറിയാവുന്ന രമേശ് ശർമ്മയുടെ രൂപസാദൃശ്യം ഇയാളിൽ കണ്ട് എനിക്ക് തോന്നിയ അബദ്ധമാണ്. തെറ്റെന്റേതാണ്. ഇയാൾ രമേശ് ശർമ്മയല്ല, ബ്ലാക്ക് ആണ്. യുവർ ഓണർ, ബഹുമാന്യനായ മൂസദും മരിച്ചുപോയ രമേശ് ശർമ്മയെ നേരിട്ടറിയാമായിരുന്ന മിസ് മീനാക്ഷിയും കോടതിയെ സത്യം ബോധിപ്പിച്ചിരിക്കുകയാണ്. ഇനിയും ഇയാളെ പീഡിപ്പിക്കുന്നത് ദുഃഖകരമാണ്. ഇയാളെ വെറുതെ വിടാനുള്ള ദയവുണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. വാട്ട്? കോടതി വെറുതെ വിടുന്നെങ്കിൽ വിടട്ടെ, പക്ഷേ നമുക്ക് അവനെ വേണം. ഇവിടുത്തെ പീറ പോലീസുകാർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തേക്ക്. ജീവനോടെ കിട്ടിയില്ലെങ്കിൽ kill him. I will do it, sir. Sir. Come on. എനിക്കപ്പോഴേ അറിയാമേ. ബ്ലാക്ക്, ഒരു കാര്യം ചോദിക്കാനുണ്ട്. വന്നേ. അങ്ങാട്ട് ചെല്ലു മകനെ. നല്ല പൊളപ്പം വക്കീലാണ്. ഇത്രയും വലിയ ആക്ടറാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പറ, ഇനി എന്താ നിന്റെ ഉദ്ദേശം? ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അവസാനത്തേക്ക് വെച്ചിരിക്കല്ലേ. മനസ്സിലായില്ല. പ്രഫുല്ല കുമാർ, അവനെ കൂടി എനിക്ക് വേണം. രമേശ്? യെസ്, അതും കൂടി ഞാൻ ചെയ്യും. ഒരു തെളിവും ബാക്കി വെക്കില്ല. അതിനുവേണ്ടി എന്ത് വേഷവും ഞാൻ കെട്ടും. നീ അമ്മയെ കാണാൻ തറവാട്ടിലേക്ക് പോകുന്നു എന്നല്ലേ പറഞ്ഞത്? പൊയ്ക്കോളൂ. തമ്മിൽ കാണാൻ കഴിഞ്ഞാൽ കാണാം. അത് ബ്ലാക്കായോ രമേശായോ എനിക്കറിയില്ല. എന്തായാലും എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടിയല്ല. മരുമകനെ. മീനു ചേച്ചി. ചെല്ല, മീനു ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. ബ്ലാക്കിനെ വെറുതെ വിട്ടു അല്ലേ? വിട്ടുകേട്ടാ. കുറച്ചു നേരമെങ്കിലും ഈ ബ്ലാക്കിന് എന്റെ മുമ്പിൽ രമേശായി നിന്നൂടെ? മീനാക്ഷി, 10 വർഷം മുൻപ് ഇനി ഒരിക്കലും കേൾക്കാൻ കഴിയില്ലെന്ന് കരുതിയ ശബ്ദമായത്. മറ്റുള്ളവർ കാണുക ഇനി രമേശായി നിൽക്കാനോ ശബ്ദിക്കാനോ എനിക്ക് കഴിയില്ല മീനാക്ഷി. അറിയാം, എല്ലാം അറിയാം. അന്ന് ഡാഡിയും കൂട്ടരും രമേശിനെ തല്ലി കടലിലെറിഞ്ഞതിന് ഞാനും കൂട്ടുനിന്ന് കരുതിയാണോ എന്നെ കൊല്ലാൻ തീരുമാനിച്ചത്? ഇല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല മീനാക്ഷിയെ. എനിക്കറിയാം. പിന്നെ എന്തിനെന്നെ കൊല്ലുമെന്ന് മൂസത് സാറിനോട് പറഞ്ഞത്? ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ. രമേശായി നിന്റെ മുന്നിൽ വന്നാൽ എന്റെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാവുമെന്ന് എനിക്ക് തോന്നി. എന്റെ ദുഃഖങ്ങളുമായി ഞാൻ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഒരപേക്ഷയുണ്ട്. എന്റെ ഡാഡിയെ വെറുതെ വിടണം. കോടതിയിൽ എനിക്ക് അനുകൂലമായി മൊഴി പറഞ്ഞതിന് പകരമാണ്? അല്ല, ദാനം ചോദിക്കുക. അച്ഛനായി പോയതുകൊണ്ട് മാത്രം. എന്റെ അവസാനം കാണേണ്ടത് മീനാക്ഷിയുടെ അച്ഛന്റെ ആവശ്യമാണ്. അതൊരിക്കലും ഉണ്ടാവില്ല. രമേശ് ഇവിടെ സുഖമായി ജീവിക്കും. എന്നും എന്റെ രമേശിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. മീനാക്ഷി കുഞ്ഞ്, കോടതി മുറ്റത്ത് എന്തായി കാണിക്കുന്നത്? പോലീസ്, യു ആർ എന്താടാ മകനെ? നോ നോ റാസ്കൽസ്, ആ
ജഡ്ജിയെ വെടിവെച്ച് കൊന്നിട്ടായാലും അവനെ ഇവിടെ കൊണ്ടുവരുന്നതിന് പകരം വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? റാസ്കൽസ്, നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കോടതിയുടെ മുമ്പേ വെച്ച് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. നീ മിണ്ടിപ്പോരുത്. വേണം, എനിക്കവനെ വേണം. ഡാഡി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. Shut your bloody mouth. ഡാഡി, അത് രമേശ് അല്ല. ഞാനല്ലേ ബ്ലാക്ക് എന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങളോടൊക്കെ പറഞ്ഞത്? ആ, ഞാൻ തന്നെ പറയുന്നത്. അത് രമേശ് ശർമ്മയല്ല, ബ്ലാക്ക് ആണ്. നീ അങ്ങനെ പറയൂ. നിന്റെ കാമുകനല്ലായിരുന്നോ അവൻ? എന്ന് കരുതി എന്റെ അച്ഛനെ കൊല്ലാൻ ഞാൻ കൂട്ടു നിൽക്കുവോ? രൂപസാദൃശ്യം കണ്ടപ്പോ എനിക്കൊരു തെറ്റ് പറ്റിയതാ. സത്യമായിട്ടും അത് ബ്ലാക്ക് തന്നെയാ. ഓക്കെ, ഞാൻ വിശ്വസിക്കാം. പക്ഷേ എനിക്കവനെ ഒന്ന് കാണണം. അവനെ നിനക്കിവിടെ കൊണ്ടുവരാൻ കഴിയോ? പറ, കൊണ്ടുവരാമോ? കൊണ്ടുവരാമോ? ഞാൻ ആരാന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ല. വേണ്ടപ്പെട്ട ആളാന്ന് കരുതി ഞാൻ കുറെ ക്ഷമിച്ചു കേട്ടാ. ഇവനെയൊക്കെ ചുമ്മാ ഇരിക്ക് പത്രോസേ. എടോ 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 മന്ത്രി പൊങ്കുവാ. എന്നാ നന്ദിയില്ലാതെയാണ് താനീ കാണിക്കണത്? കോടതി ഞങ്ങളുടെ ബ്ലാക്കിനെ വെറുതെ വിട്ടാണല്ല. എന്താണ് നിങ്ങ വിടുകയല്ലേ? നിങ്ങളുടെ സംശയം എന്നതാണ്? അത് തീർക്കാൻ വേണ്ടിയാണ് വന്നത് കേട്ടാ. ഇങ്ങോട്ട് കൊണ്ടുപോടാ. തലവല്ലി പൊളിച്ചു കൊല്ലാനും മാത്രം ഇവൻ എന്നാ തെറ്റാണ് ചെയ്തത്? ഇനിയൊരാഘാതം എന്റെ തലക്കേറ്റാല് പിന്നെന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നു തന്നെ അല്ലേ മീനാക്ഷി? തന്റെ കൂടി ഞങ്ങൾ പാല് കുടിപ്പിക്കാണോ? താൻ എവിടുത്തെ കൊള്ളാണ്ടായാലും കൊള്ളാം. എന്റെ മകനെ കൊല്ലാൻ ശ്രമിച്ചാൽ ഇപ്പൊ സമാധാനം പറയണം. ഓ, തനിക്ക് എന്നെ അവനെ കൊല്ലണോ? എന്താ കൊല്ലണോ? ഒന്ന് തിന്നടോ. തിന്നുകയൊന്നുമില്ല. ഇവനെ തല്ലിയതിന് ഞാൻ മാപ്പും ചോദിക്കുന്നു. പക്ഷേ ഒരു ചെറിയ പരീക്ഷണം. വാ 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 വാ. ഓ, വാ. ഏയ്, കൊണ്ടുവാ അവളെ. ഏയ്, നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി കാണില്ല. ഈ നിൽക്കുന്ന രമേശ് ശർമ്മയുടെ അനിയത്തിയ, ഉന്നാര അനിയത്തി. കുറെ കാലമായി ഇവർ തമ്മിൽ കണ്ടിട്ട്. എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. വല്യേട്ടാ, ഈ ശ്യാമേ ഏട്ടന് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ ഏട്ടാ? ഏട്ടൻ മനസ്സിലായില്ലേ ഏട്ടാ? ഏട്ടാ, പറയ വല്യേട്ടാ, വല്യേട്ടാ പറയ. ഏട്ടന്റെ ശ്യാമക്കുട്ടിയെ മനസ്സിലായില്ലേ ഏട്ടാ? ഈ ദ്രോഹികളെല്ലാം കൂടി എന്നെ നമ്മുടെ ശരണ്യക്കുട്ടിയെ നശിപ്പിച്ചേട്ടാ. ശരണ്യമോളെ പോലെ ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു ഏട്ടാ. എന്നോട് ക്ഷമിക്കേട്ടാ വല്യേട്ടാ, വല്യേട്ടാ, ഏട്ടാ. രമേശ്, മുംബൈയിൽ ഇവക്കിപ്പോ എന്താ ഡിമാൻഡ് നിനക്കറിയാവോ? പറയടി, പറയടി. ഡാഡിക്ക് എന്താ ഭ്രാന്താണോ? ഭ്രാന്താ, ഭ്രാന്താ. മാറി നിൽക്കടി, ഉരുത്തം കെട്ടവളെ. കൊന്നുകളയും ഞാൻ. പറയടി, നിന്റെ ചേട്ടനോട് നിന്നെ രക്ഷിക്കാൻ. പറയടി, പറ. നിന്റെ ചേട്ടനോട് നിന്നെ രക്ഷിക്കാൻ പറയടി, പറയടി, പറയടി. എടാ പിശാചേ, അതിനെ കൊല്ലാതാ. പെങ്ങളെ രക്ഷിക്കടാ. ഏയ്, ഏയ്, ഡാ, ഡാ, പെങ്ങളെ രക്ഷിക്കടാ. നിന്റെ പെങ്ങളെ രക്ഷിക്കാൻ. അപ്പോ നീ രമേശ് ശർമ്മ അല്ല, ബ്ലാക്കാ. ഈവൻ ബ്ലാക്കാ. ഈവൻ ബ്ലാക്കാ.
ചേട്ടാ ചേട്ടാ ഇവൻ ബ്ലാക്കാ. അനങ്ങിപ്പോരുത്, കൊന്നോളെ ഞാൻ. ഇവൻ ബ്ലാക്ക് ആണെങ്കിൽ ഇവിടെ തൊട്ടാ നിനക്ക് പൊള്ളും. പൊള്ളൂടാ പൊള്ളൂടാ പൊള്ളൂടാ. അയ്യോ, പൊള്ളൂടാ. വാ എടാ ബ്ലാക്കേ, തല്ലി കൊല്ലണവനെ. മകനെ ബ്ലാക്കേ, നിനക്ക് എന്നതാണ് പറ്റിയത്? വാടാ. അപ്പൊ ഞാൻ പറയുന്നത് തല്ലി കൊല്ലണം അവനെ. ഓ തല്ലടാ തല്ലടാ തല്ലേ തിരിച്ചല്ലടാ. തല്ലടാ. കൊണ്ടുപോകണേ. എടാ പൊലയാളിക്ക മകനെ, നീ ഏത് കോപ്പിലെ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും തരകതിന് പകരം ചോദിക്കും കേട്ടാ. ഒന്ന് കളയടാ നിന്നെ നായ. പോടാ. കൊണ്ടുപോടാ സാധനെ. വാ മകനെ. കൊണ്ടുപോകല്ലേ, ഞാനാ ഇതിനെല്ലാം കാരണക്കാരി. തൃപ്തിയായില്ലേ ഡാഡി? ആ പാവത്തിന് ഈ പരുവത്തിലാക്കിയപ്പോ മൂസത് പറഞ്ഞത് സംഭവിച്ചു. വീണ്ടും നിങ്ങൾ അയാളുടെ തലക്കടിച്ചു, അയാളെ ഭ്രാന്തനാക്കി. അപ്പോ ഇതിനു മുമ്പ് ഇവന്റെ തലക്കടിച്ചത് ആരാ? ആരാ? വിക്രം സാർ, ഇനിയൊരു സംശയം ബാക്കി വെക്കണ്ട. ബ്ലാക്ക് തിരിച്ചു വന്ന് പിടിച്ച് മാറ്റണം. മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി പ്രഫുല്ലകുമാറിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പുത്തമ്പുരക്കൽ പത്രോസിന്റെ മകൻ ബ്ലാക്ക് കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ മാനസിക വളർച്ചയെത്തിയിട്ടില്ലാത്ത ഇയാളെ 10 വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ വെച്ച് കൊല്ലപ്പെട്ട IPS ഓഫീസർ രമേശ് ശർമ്മയാണെന്ന് ആരോപിച്ച് പ്രഫുല്ലകുമാറും കൂട്ടരും കോടതി വളപ്പിൽ വെച്ചും അതിനുശേഷവും ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു.
സ്വയരക്ഷാർത്ഥമാണ് പ്രതി മന്ത്രിയെ ആക്രമിച്ചത്. ആയതിനാൽ സെൽഫ് ഡിഫൻസ് എന്ന എക്സംഷൻ പരിഗണിച്ച് IPC 106 വകുപ്പ് പ്രകാരവും അൺസൗണ്ട് മൈൻഡുള്ള ഒരാളാണ് പ്രതി എന്ന പരിഗണനയിൽ IPC 84 വകുപ്പ് പ്രകാരവും ബ്ലാക്കിനെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്ന നിഗമനത്തിൽ കോടതി എത്തിയിരിക്കുന്നു. ചേച്ചി, ഇന്നെങ്കിലും വല്യേട്ടൻ എന്നെ മനസ്സിലാവോ? അറിയില്ല മോളെ. അവൻ ബ്ലാക്ക് ആണോ രമേശ് ആണോ എന്ന് വിചാരണ തുടങ്ങിയ ശേഷം ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ രമേശിനെ തിരിച്ചു കിട്ടുമെന്ന് കരുതിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. എനിക്ക് അവനെ തിരിച്ചു കിട്ടുമോ സാർ? ഇനിയൊരു തിരിച്ചുവരവ് ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇറ്റ്സ് പോസിബിൾ സർ, അബ്സല്യൂട്ട്ലി പോസിബിൾ. ഏട്ടാ, കരയണ്ട. ചേട്ടൻ ജീവിച്ചിരിക്കണ്ടേ? ക്ഷമയ്ക്ക് ഞാനുണ്ടാവും. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിയമത്തെ ഞാൻ കബളിപ്പിച്ചെങ്കിൽ അത് സത്യത്തിനു വേണ്ടി മാത്രമായിരുന്നു. വേണ്ട, ബ്ലാക്കിനെയാ കോടതി വെറുതെ വിട്ടത്. രമേശിന്റെ ശബ്ദം ഇനി തിരിച്ചറിഞ്ഞോ? പേടിക്കണ്ട, ഞാനെല്ലാം ബ്ലസ്സിയോട് പറഞ്ഞു. കോടതി വിധി എന്തായിരുന്നാലും കഴിഞ്ഞതൊക്കെ ബ്ലസ്സി അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. ഇവനാണ് നമ്മുടെ ബ്ലാക്ക്.